ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഗോതമ്പ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നു. നമ്മൾ ഉണ്ടംപോരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാ ഉണ്ടംപോരി നമ്മൾ വീഡിയോ ചെയ്തതാണ്. ചക്ക കൊണ്ട് എങ്ങനെയാണ് ഉണ്ടംപോരി ഉണ്ടാക്കുക എന്ന് കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ നല്ല മധുരമുള്ള ചക്കയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഉണ്ടംപൊരി ഉണ്ടാക്കാം, 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടംപൊരി ഉണ്ടാക്കുന്നത് ഗോതമ്പ് മാവ് കൊണ്ടാണ്. മൈദ ഉള്ളവർക്ക് മൈദയും ചേർത്ത് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവുന്നതും നമ്മളത് മൈദ എപ്പോഴും എടുക്കേണ്ടെന്ന് കരുതിയിട്ട് ഗോതമ്പൊരി ചെയ്യുകയാണ്. പിന്നെ ഏലക്കായ പൊടിച്ചത്, അല്പം ഉപ്പ്, അതുപോലെ ഒരു നുള്ള് പിന്നെ സോഡാപ്പൊടിയില്ലേ, ബേക്കിംഗ് സോഡ, അതൊരു നുള്ള് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉണ്ടംപൊരി സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം, തണുത്ത വെള്ളം അവിടെ വയ്ക്കുക, കൈയൊന്ന് മുക്കുക. എന്നിട്ട് ഈ മാവ് നല്ല തിക്കാവുകയും വേണ്ട, ലൂസാവുകയും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഉണ്ടംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാവണേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ടംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർത്ത്, പഞ്ചസാര ചേർത്താണ് കേട്ടോ നമ്മളിത് അടിച്ചെടുത്തത്. നമ്മുടെ ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടിച്ചെടുത്തത്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചത്, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ അത് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത്, അപ്പോഴേക്കും ഞാൻ നമ്മുടെ ചീനച്ചട്ടിയിലാണ് കേട്ടത് ഉണ്ടാക്കുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഇനി ആ ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ കൈയൊന്ന് നനയ്ക്കുക. ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. ചായക്കടയിലൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മുടെ ഉള്ളം കയ്യിൽ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ചൂടാക്കി ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കുന്ന സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കാം. സോ സിമ്പിൾ അല്ലേ? പെട്ടെന്ന് കഴിഞ്ഞു. ഇനി ഓരോ ഭാഗം നമ്മളിങ്ങനെ ആവുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കുന്നതിനുള്ള ഉണ്ടംപൊരിയൊക്കെ നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ട്രിപ്പ്. ഇനി കൈ ഒരു ബൗളിൽ വെള്ളം വെച്ച് അത് നനയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇനി ഒരു ഭാഗം ആയിട്ടുണ്ട്, ഇനി മറിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്, കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വേവണം. അപ്പോൾ ആദ്യം എണ്ണ ചൂടാവുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിടുക. ഇത് ഇടുന്ന സമയം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കുക. പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഉള്ളെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ഉണ്ടംപൊരി ഇവിടെ ഒരു ട്രിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ബലം. ഓക്കെ, അങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉണ്ടംപൊരി ഒന്ന് മറച്ചിട്ടു. അങ്ങനെ ഏത് ഭാഗത്താണോ വേവാത്തത് അപ്പോൾ ആ ഭാഗം നമുക്കിങ്ങനെ കാണാം, മഞ്ഞ കളറായിട്ട് കാണാം. ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് 4 മണി ചായക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊരു ആശ്വാസമാണ് അല്ലേ? അപ്പോൾ എല്ലാ വീടുകളിലെയും സ്ഥിതി ഇപ്പോൾ അതൊക്കെ തന്നെയാണ്, ലോക്ക്ഡൗണും ഒക്കെ ആയ കാരണം. ഇനി അപ്പോഴേക്കും ഞാനവിടെ ചായക്ക് വെള്ളം വെച്ചു, അത് അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചായയും വേണ്ടേ? അപ്പോൾ ചായ അവിടെ ആവുന്നുണ്ട്. ഈ അടുപ്പത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടംപൊരിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു തവണ ഇട്ടത് ഇങ്ങനെ റെഡിയായി കേട്ടോ. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് വാങ്ങാം. ഇപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലൊരു ഇല വെച്ചിട്ടുണ്ട് ഞാൻ. ആ ഇലയിലേക്ക്, വാഴയിലേക്ക് നമ്മൾ ഈ ഉണ്ടംപൊരി കോരിയെടുക്കുന്നു. ഇനി
അടുത്ത ട്രിപ്പും ഇതുപോലെ ചെയ്തെടുക്കാം. കൈ നനയ്ക്കുക, ഉരുളുരുട്ടുക, എണ്ണയിലേക്ക് ഇടുക. അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പും നമ്മളുടെ ഉണ്ടംപൊരി തയ്യാറാക്കി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഉണ്ടംപൊരി, ചക്ക കൊണ്ടുള്ള ഉണ്ടംപൊരി. അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ബായ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ബായ്. താങ്ക് യു.